ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നിപ്പോൾ എനിക്ക് പറയാനുള്ളത് ബിഗ് ബോസിൽ കുറിച്ച്, അതായത് ബിഗ് ബോസിൽ നിന്നും ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പുറത്തിറങ്ങിയ അതായത് അപ്സരയെ കുറിച്ചും അതുപോലെ തന്നെ റസ്മിൻ എന്ന് പറയുന്ന ആ രണ്ട് മത്സരാർത്ഥികളെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അവർ രണ്ടുപേര്, അതായത് അപ്സരയുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു, അതായത് നമ്മുടെ റസ്മിന്റെയും ഒരു ഇന്റർവ്യൂ കണ്ടു. രണ്ടുപേരും ഇന്റർവ്യൂവില് ഉടനീളം ജിൻഡോയെയാണ് കുറ്റപ്പെടുത്തുന്നത് എല്ലാ കാര്യത്തിനും. ഈ പുറത്തിറങ്ങിയിട്ടും നിങ്ങൾക്ക് ഈ നേരം വെളുത്തിട്ടില്ല എന്ന് തന്നെ എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം അതിന് ഞാൻ ഈ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഇത് പറഞ്ഞു പോകുന്നേ ഉള്ളൂ നിങ്ങളോട് ഒന്ന്. കാരണം എന്തെന്ന് പറഞ്ഞാൽ, താങ്കൾ ഈ അപ്സര എന്ന് പറയുന്ന കുട്ടി ഈ പറയുന്നതെല്ലാം ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഒരു 10 പൈസയുടെ വിവരം വെച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കും. കാരണം പുറത്തിറങ്ങിയിട്ടും അദ്ദേഹത്തെ ആൾക്കാർ, ഈ കാണുന്ന ജനങ്ങൾ അത്രയും ഇഷ്ടപ്പെടുകയും എത്രയും ജനശ്രദ്ധ നേടുകയും ചെയ്ത ഒരു വ്യക്തിയെ എന്തുകൊണ്ട് മനസ്സിലാക്കാതെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞിട്ട്, അദ്ദേഹം അവിടെ ഫേക്കായിട്ടാണ് നിന്ന് കളിക്കുന്നത്, അദ്ദേഹം അതാണ് ഇത് കളിക്കാനാണ് പോയത്, അവരവിടെ വിൻ ചെയ്യാനാണ് പോകുന്നത്. അവിടെ എന്താണ് ഫേക്കാ ഇതൊന്നും അല്ല നോക്കേണ്ടത്. അവിടെ ആരാണ് ശരിക്ക് കളിക്കുന്നത്, ആരുടെ ഈ ജനങ്ങൾ അവിടെ അദ്ദേഹം കാണിക്കുന്നതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മാത്രമല്ല കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു മനുഷ്യനെ ഒരു അവഹേളിക്കുന്നതിനും ഇതെല്ലാത്തിനും ഒരു പരിധിയുണ്ട്. താങ്കൾ പറയുന്നു എന്തോ ഷഡ്ഡി അവിടെ കൊണ്ടുവന്ന് അടുക്കളയിൽ കൊണ്ടുവച്ചെന്ന് ആ ആളിനെ ഞങ്ങൾ എന്തോ വിളിക്കണമെന്നറിയാം. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, അതിന് മുന്നേ ഒരു ദിവസം ഈ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് ജാസ്മിൻ എന്ന് പറയുന്ന മത്സരാർത്ഥി അവിടെ കുറെ തുണികളും ഇതൊക്കെ കൊണ്ടുവച്ചിരുന്നു അന്ന് പറഞ്ഞു. അതിനെന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ജാസ്മിൻ എന്ന് പറയുന്ന മത്സരാർത്ഥി ഈ ചായ ഒഴിക്കുന്ന സമയത്ത് താങ്കൾ കൂടെ അടുത്ത് നിൽക്കുകയാണ്. അപ്പൊ ചായ ഇങ്ങനെ എടുക്കുക, ആർക്കോ ചായ കൊടുക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് അതിൽ തുമ്മിയിടുക. എന്നിട്ട് ആ തുമ്മിയിടുന്നത് എല്ലാ സ്ഥലത്തും, ആ ചായ ഒരുപാട് ചായ ഇരിക്കുന്ന ആ പാത്രത്തിൽ വീഴുക, നമ്മളെല്ലാം കാണുന്നതും എടുക്കുന്നതുമാണ്. ഇത് ഞാൻ തുമ്മിയ ചായ കൊടുക്കാം. അത് കണ്ട് അപ്പോൾ അത് മാറ്റാതെ, കാരണം അത്രയ്ക്ക് വൃത്തികെട്ട വിഷമായിട്ട് താങ്കൾ മാറുകയായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത് കണ്ടിട്ട് വരെ പ്രതികരിക്കാതെ അതിനെ ചിരിച്ചു കളിച്ചും ലാഭത്തോട് ചെയ്ത താങ്കളും അതിലൊരു പ്രതിയാണ്. ഇപ്പോൾ ജാസ്മിൻ അത് ചെയ്തെങ്കിലും താങ്കൾക്ക് അത് പറയാമായിരുന്നു. ഇത്തിരിയെങ്കിലും വിവരമുള്ള ഒരു വീട്ടമ്മയാണെന്നൊക്കെ അല്ലേ പറയുന്നത്. വീട്ടമ്മയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂട്ടുകഴിക്കില്ല. കാരണം അതൊരു, എനിക്ക് തോന്നുന്നു, ജാസ്മിൻ എന്ന് പറയുന്നത് 10-23 വയസ്സാണ്. താങ്കൾക്ക് 10-28 വയസ്സ് 10-30 വയസ്സാവില്ലേ. അപ്പോൾ താങ്കൾക്ക് കുറച്ചുകൂടി പരിചയവും ജീവിച്ചുള്ള കുടുംബമായിട്ടൊക്കെ കഴിയുന്ന താങ്കൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ അത് താങ്കൾക്ക് അവിടെ തടയാമായിരുന്നു. ആ തുമ്മിയ ചായ ഒരാളിന് കൊണ്ട് കൊടുക്കുന്നു, അതിന്റെ ഒരു കുറ്റക്കാരി താങ്കളും കൂടിയാണ്. അത് മനസ്സിലാക്കി ഈ ജനം അത്രയും, ഈ കേരളക്കരയിലുള്ള ജനങ്ങളെല്ലാം മലയാളികളെന്ന് മാത്രമല്ല, ഈ ബിഗ് ബോസ് ആരാധകർ കംപ്ലീറ്റ് കണ്ട കാര്യമാണ്. അപ്പോൾ താങ്കൾ ഇപ്പം വന്നിരുന്ന് തള്ളി മറിക്കുന്നു, ഞാൻ അവിടുത്തെ വലിയ ഗെയിമറായിരുന്നു, മറ്റാണ്. താങ്കൾ അവിടുത്തെ വെറും ഗെയിമർ എന്നല്ല, വെറും വിഷമായിട്ടാണ് ഈ ജനങ്ങളുടെ മുന്നിൽ താങ്കളെ കണ്ടു. വിഷക്കുപ്പി എന്നാണ്. ഞാൻ താങ്കൾക്ക് വേണ്ടി നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. കാരണം താങ്കളുടെ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാരിയാണ്. അത് നാട്ടുകാരി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ നാടിനെ കൂടെ പറയിക്കാൻ വേണ്ടിയുള്ള കാഴ്ചപ്പാടുകളായിരുന്നു അവിടെ കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഈ വന്ന പ്രശ്നങ്ങളും എല്ലാം അത് അതിൻ്റെതാ വഴിക്ക് പോലും. പക്ഷെ ഇന്നിപ്പോ ഈ ഇന്റർവ്യൂവിൽ താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ വളരെ 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 മോശമായിട്ടുള്ള കാര്യങ്ങളാണ് താങ്കൾ പറഞ്ഞത്. താങ്കൾക്ക് ഒരു ഇതും ഇല്ലായിരുന്നു. പക്ഷെ താങ്കൾക്കൊരു ഇതുണ്ടായിരുന്നു, സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. ആദ്യത്തെ ആ ആഴ്ചയിൽ താങ്കളുടെ ഇതൊക്കെ നമ്മൾ കണ്ടതായിരുന്നു. പക്ഷെ പിന്നീട് താങ്കൾ അങ്ങോട്ട് പിറ്റേ ആഴ്ച മുതൽ താങ്കളുടെ ഇത് മാറി. ഞാൻ പറയാം, റോക്കിയും സിജുവായിട്ടുള്ള പ്രശ്നത്തിന് ഒരു കാരണക്കാരി, അതിന്റെ മൂല കാരണം താങ്കൾ ഒരുത്തിയായിട്ട് മാത്രമാണ്. താങ്കളുടെ ആ
ഈ ഷാഠ്യവും ഇതുമൊക്കെ കൂടെ കൊണ്ടാണ് ആ അവിടെ ആ അടി നടന്നത്. ആ റോക്കി പുറത്താകാൻ റോക്കി പുറത്താകാൻ കാരണത്തിന് ഒരു കാരണം താങ്കൾ കൂടിയാണ്. അത് മനസ്സിലാക്കും. പിന്നെ അതുപോലെ തന്നെ റസ്മിൻ എന്ന് പറയുന്ന ആ കുട്ടി ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിരുന്നെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കാൻ എടുക്കാൻ അറിയാമായിരുന്ന ഒരു കുട്ടി അവിടെ കയറിയിട്ട് ഒരാളിനെ മാത്രം ടാർഗറ്റ് ചെയ്യുക, അതായത് ജിൻഡോയെ. എല്ലാവർക്കും ജിൻഡോയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. എന്തിനാ? കളി എന്ന് പറയുമ്പോൾ എല്ലാവരും ടാർഗറ്റ് ചെയ്ത് കളിച്ചിരുന്നെങ്കിൽ ആ കുട്ടി നല്ല ഇതായിട്ട് കയറി വന്നിരുന്നു. ആ കുട്ടി ചെയ്ത് എന്താ? ഇപ്പൊ പുറത്തിറങ്ങിയിട്ട് ജിൻഡോയുടെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുക. ജിൻഡോ കള്ളനാണ്, മറ്റതാണ്, എന്തൊക്കെ വിളിച്ച് പറയുക. ജിൻഡോ കള്ളൻ ഇത് ഫേക്കായിട്ട് നിന്ന് കളിക്കുന്നു. എന്തോ കളിക്കട്ടെ, പക്ഷെ ജനഹൃദയങ്ങളിൽ ആ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി വളരെ വളരെ മുകളിലാണ്. താങ്കൾ ഇറങ്ങി വന്നപ്പോൾ ആരെങ്കിലും ഉണ്ടായിരുന്നു അവിടെ? കുറച്ച് ഇത് താങ്കളെ ഈ വീഡിയോകളൊക്കെ എടുക്കാൻ വേണ്ടി കുറച്ച് പേര് വന്ന് നിൽക്കുന്നതല്ലാതെ ആരെങ്കിലും വന്നു? നമ്മൾ കാണുന്നുണ്ടല്ലോ എല്ലാവരെയും. പക്ഷെ താങ്കൾ നോക്കിക്കോളൂ, അദ്ദേഹം ഇറങ്ങി വരുമ്പോഴുള്ള ആരവും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കും, എന്തുമാത്രം ജനങ്ങൾ കാണുമെന്ന്. അപ്പോൾ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ രണ്ടുപേരും ഇറങ്ങി വന്നിട്ട് ഈ കുറ്റങ്ങള്, ജിൻഡോയുടെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കാതെ ഈ അൻസിബയൊക്കെ ഇറങ്ങി എന്ത് നല്ല മാന്യതയുള്ള സ്ത്രീയാണ്. ആ കുട്ടിയൊക്കെ ഇറങ്ങാണ്ടല്ലോ നിങ്ങളൊക്കെ പറഞ്ഞു പറ്റത് എന്ത് മാന്യതയായിട്ട് പെരുമാറിയത്. നമ്മളൊരു ഇന്റർവ്യൂ എന്നൊക്കെ പറയുമ്പോൾ എന്ത് നല്ല ആരെ ഒരു കുറ്റം പറയുന്നത്. അതാണ് ഈ ശരിക്കും പറഞ്ഞ യഥാർത്ഥത്തിൽ മനുഷ്യരെന്ന് പറയുന്നത്. ആരുടെയും കുറ്റം പറയാത്ത, ആരുടെയും ഒരു ഇതില്ലാത്ത, ആരെയും നമ്മൾ വേദനിപ്പിക്കാതിരിക്കുക എന്നാണ് നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത്. മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട് എന്ത് സന്തോഷം താങ്കൾ കിട്ടുന്നു? താങ്കൾ പറയുന്നത് ഞാൻ വലിയ ഗെയിമറാണ്, നാട്ടുകാരെല്ലാം പറയും. താങ്കൾ വന്ന് ഇത് ആക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ? താങ്കൾ ഇപ്പം പുറത്തു പോകേണ്ടതല്ല എന്നൊക്കെ താങ്കൾ ആക്കാൻ വേണ്ടി പറഞ്ഞല്ലേ കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇത് കണ്ടപ്പോൾ എനിക്കൊന്ന് പ്രതികരിക്കണം തോന്നി പ്രതികരിച്ചാണ്. ഇനിയെങ്കിലും ഈ ജിൻഡോയുമായിട്ടുള്ള ഇതില് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കാതെ അവരവരുടെ കാര്യങ്ങൾ നോക്കി നിൽക്കുന്നതാണ് താങ്കൾക്കൊക്കെ നല്ലത്. ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് അദ്ദേഹം ഇത് എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു ഒരുമിച്ച് ഇത് കേട്ടപ്പോൾ എനിക്കൊരു ചെറിയൊരു പ്രതികരണം നടത്തണമെന്ന് നടത്തിയാണ്. താങ്ക് യു വെരി മച്ച്.